നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 30 ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇ.വി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സമൂഹത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുവാനും അർഹിക്കുന്ന പാരിതോഷികങ്ങൾ കരസ്ഥമാക്കുവാനും ഇന്ന് അവസരം ലഭിക്കും. വാഹനം മൂലം ഗുണാനുഭവങ്ങൾ, ഭക്ഷണസുഖം എന്നിവ കൈവരും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന അനുകൂലമായ ദിനമായിരിക്കും ഇന്ന്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. ദിവസത്തിന്റെ തുടക്കത്തിൽ മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകും. രോഗശാന്തിയും ധനനേട്ടവും ഉണ്ടാകാൻ ഈ സമയം ഏറെ അനുകൂലമാണ്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ രംഗത്ത് വലിയ വിജയവും ഉന്നത സ്ഥാനപ്രാപ്തിയും കൈവരിക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളും കീർത്തിയും തേടിയെത്തും. കുടുംബത്തിലെ മംഗളകരമായ കർമ്മങ്ങളിൽ നേതൃപരമായ പങ്ക് വഹിക്കാൻ ഇന്ന് അവസരം ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും പുരോഗതിയും ഐശ്വര്യവും അനുഭവപ്പെടുന്ന ദിനമാണിത്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുവാനുള്ള സുവർണ അവസരം ഇന്ന് വന്നുചേരും. കർമ്മമേഖലയിൽ അത്ഭുതപൂർവമായ വളർച്ച അനുഭവപ്പെടും. മനസ്സിൽ ദീർഘകാലമായി വിചാരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്ന സന്തോഷകരമായ ദിനമായിരിക്കും ഇന്ന് കടന്നു പോവുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകളും വരവിൽ കവിഞ്ഞ ചെലവുകളും ഇന്ന് മനസ്സിനെ അലട്ടിയേക്കാം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി അപവാദങ്ങൾ വരാൻ ഇടയുള്ളതിനാൽ സൗഹൃദങ്ങളിൽ ജാഗ്രത പാലിക്കണം. വിവേകത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് ഗുണകരമാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കൃഷി, പക്ഷി, മൃഗാദികളുടെ ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അപരിചിതമായ സ്ത്രീകൾ മൂലം അപമാനമുണ്ടാകാതെ നോക്കണം. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട ദിനമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി മികച്ച ധനനേട്ടവും കാര്യപ്രാപ്തിയും ഇന്ന് കൈവരും. തൊഴിൽ വിജയത്തോടൊപ്പം അർഹിക്കുന്ന സമ്മാനങ്ങൾ തേടിയെത്തും. ദീർഘകാലമായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് ശമനം ലഭിക്കും. പുതിയ ആഭരണങ്ങൾ ലഭിക്കുവാനും ഐശ്വര്യം വർദ്ധിക്കുവാനും ഇന്ന് അനുകൂലമായ സാഹചര്യമുണ്ട്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സാഹിത്യം, കല എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. പുതിയ രചനകൾ പ്രസിദ്ധീകരിക്കാനുള്ള അവസരം കൈവരും. നനച്ചിരിക്കാത്ത നേരത്ത് ഭാഗ്യ അനുഭവങ്ങൾ തേടിവരാൻ യോഗമുണ്ട്. പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള അംഗീകാരം ലഭിക്കുന്ന സമാധാനപരമായ ദിവസമാണ് ഇന്ന്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി തെറ്റായ വഴികളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ ആത്മനിയന്ത്രണം പാലിക്കണം. നിയമപരമായ കാര്യങ്ങളിൽ പരാജയവും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവവും ഇന്ന് നേരിട്ടേക്കാം. ബന്ധുക്കളുമായി ചേർച്ചക്കുറവ് അനുഭവപ്പെടാനും ഉദരസംബന്ധമായ അസുഖങ്ങൾ അലട്ടുവാനും ഇടയുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ജലഭയം, ഭക്ഷണസുഖക്കുറവ് എന്നിവ ഇന്ന് അലട്ടിയേക്കാം. മനഃശക്തി കുറയുന്നതായി അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. സന്താനങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. മാനസിക പിരിമുറുക്കം കാരണം ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ ഇടയുള്ള ദിനമാണിത്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ ഭാഗ്യ അനുഭവങ്ങളും സമ്മാനങ്ങളും ഇന്ന് തേടിയെത്തും. സന്താന ഭാഗ്യത്തിനും മനസ്സന്തോഷത്തിനും ഈ ദിവസം സാക്ഷ്യം വഹിക്കും. സമൂഹത്തിൽ പ്രശസ്തിയും ഉന്നത പദവികളും ലഭിക്കുവാനുള്ള ഭാഗ്യം തെളിയും. എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സന്തോഷ ദിനമായിരിക്കും ഇന്ന്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വിദേശവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അടുത്ത വ്യക്തികളിൽ നിന്നും ചതി നേരിടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ വേണം. സാമ്പത്തികമായി ധനക്ലേശം അനുഭവപ്പെട്ടേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത പാലിക്കണം. ആരെയും അന്ധമായി വിശ്വസിക്കാതെ ഇരിക്കുന്നത് ഗുണകരമാകും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ.വി. 9746812212.